അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് നല്ല മട്ടയാവിലാണ്. മട്ടയാവിൽ ഒരു 2 കപ്പ് മട്ടയാവിൽ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം എടുത്ത് ഒന്ന് 2 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുക്കുക. കഴുകിയെടുക്കുമ്പോൾ അത് ഒന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ സവാള, പച്ചമുളക്, അതുപോലെ തന്നെ 3 മുട്ട, ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാം റെഡിയാക്കി വയ്ക്കുക. ഇഞ്ചി വെളുത്തുള്ളി മിക്സ് അതും കൂടെ ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യണേ. അപ്പോൾ ഈ 2 ഐറ്റംസ് ഇട്ടതിന് ശേഷം നമ്മൾ മുട്ട മിക്സ് ചെയ്യുക. 3 ഐറ്റം ഇട്ടതിന് ശേഷം മുട്ട മിക്സ് ചെയ്യുക. മുട്ട മിക്സ് ചെയ്ത് മുട്ടയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൊത്തമായിട്ട് ഒഴിക്കരുത്. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് അത് മിക്സ് ചെയ്യുക. എന്നാലാണ് എല്ലാ ഭാഗത്തും ആ മുട്ടയുടെ ടേസ്റ്റും ഇതൊക്കെ വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആദ്യം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഡ്രോപ്പ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിച്ച് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ആ വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ കാണുന്നുണ്ട്. ജീരകമാണ്, നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എനിക്ക് എരിവ് കിട്ടാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീറ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. സ്വീറ്റിനും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ട ഉരുട്ടി ഓരോ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ഓരോ ഉണ്ടകളായിട്ട് ഇട്ട് കൊടുക്കുക. ഉണ്ടകൾ ഇട്ട് കൊടുത്ത് അത്യാവശ്യം നല്ല വേവും വരുവൊക്കെ ആവണ സമയത്താണ് നമ്മൾ മറിച്ചിടേണ്ടത് കേട്ടോ. ആദ്യമൊന്നും അതിലിട്ട് മറിക്കാൻ നിൽക്കരുത്, കാരണം ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നന്നായിട്ട് ചൂടായി ഒരു നല്ല ബ്രൗൺ കളർ വരും. ഈ കളറല്ല, അതിന് ശേഷമാണ് നല്ല കളർ വരും അടിഭാഗം. അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നത് കാരണം ഞാൻ ഫുള്ളായിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ കാണാൻ ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീർക്കാമെന്നുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പോൾ സംഗതി അടിപൊളി സാധനമാണ്. ഏതാണ്ട് ഈ കളറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അടിപൊളി സ്നാക്കാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഉള്ളൊക്കെ നല്ല സ്മൂത്തായിരിക്കും. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല സ്മൂത്തിയാണ്. ഓക്കെ, താങ്ക് യു.